الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങളോരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കുമായി മാറ്റി നിർത്തപ്പെടുമ്പോൾ അമ്പിയാക്കളോടും മൗലിയാക്കളോടും സ്വാലിഹുകളോടും ശുഹദാക്കളോടുമൊപ്പം കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഇസ്ലാമികമായ അറിവുകൾ കരസ്ഥമാക്കുന്നതിന് പലതരത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അതിൽ ഉത്ബോധന സദസ്സുകൾ വളരെ സുപ്രധാനമായ പരിഗണന അർഹിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നുവരെ ഒട്ടനവധി ഖുർആൻ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ഹദീസ് ക്ലാസ്സുകളും ജുമുഅ ഖുതുബകളുമൊക്കെ ശ്രവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും.
പക്ഷെ അത്തരം ഉത്ബോധന സദസ്സുകൾ, അത്തരം ഉത്ബോധന സംസാരങ്ങൾ, അവയോട് നമ്മുടെ സമീപനം എന്താണ്? വ്യത്യസ്തമായ ആളുകൾ ഉത്ബോധനങ്ങളെ സമീപിക്കുന്നത് വ്യത്യസ്തമായ രൂപത്തിലാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉത്ബോധനങ്ങൾ, ഖുതുബകൾ, ക്ലാസുകൾ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് നമ്മെ ഉത്ബോധിപ്പിക്കാനുള്ള സംസാരങ്ങൾ, ഇതൊക്കെ കേൾക്കുന്ന മനുഷ്യർ വ്യത്യസ്തരാണ് എന്നും അവർ ആ ഉത്ബോധനങ്ങളെ സമീപിക്കുന്നത് വ്യത്യസ്തമായ രൂപത്തിലാണ് എന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളുടെ സമീപനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മുനാഫിക്കുകളുടെ ഉത്ബോധനങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സത്യവിശ്വാസികളുടെ ഉത്ബോധനത്തോടുള്ള സമീപനത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത്തരം ആയത്തുകൾ കേൾക്കുമ്പോൾ, അത്തരം ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ സത്യവിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സമീപനം എന്താണ് എന്നത് ഗൗരവത്തോടുകൂടെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഈ വിഷയത്തിൽ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുവാനും തിരുത്തുവാനുമുള്ള അവസരമായിക്കൊണ്ട് അത്തരം സംസാരങ്ങളെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂഹിന്റെ 7-ാമത്തെ വചനത്തിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംസാരമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആവലാതിയായി, അള്ളാഹുവിനോടുള്ള ഒരു പരാതിയായിക്കൊണ്ട് പറഞ്ഞ ഒരു വർത്തമാനം അള്ളാഹു എടുത്തുദ്ധരിക്കുന്നുണ്ട്. അത് അള്ളാഹു പറയുന്നത്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, وَإِنِّي كُلَّمَا دَعَوْتُهُمْ لِتَغْفِرَ لَهُمْ جَعَلُوا أَصَابِعَهُمْ فِي آذَانِهِمْ وَاسْتَغْشَوْا ثِيَابَهُمْ وَأَصَرُّوا وَاسْتَكْبَرُوا اسْتِكْبَارًا. അല്ലാഹുവേ, ഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും, നിന്റെ പാപമോചനം ലഭിക്കാൻ, അവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ, അവരെ ഒന്ന് സംസ്കരിക്കാൻ നിരന്തരം രാവും പകലും അല്ലാഹുവേ ഞാൻ അവരെ പ്രബോധനം ചെയ്തു. ഞാൻ അവർക്ക് ഉത്ബോധന സംസാരങ്ങൾ നടത്തിക്കൊടുത്തു. രാവെന്നോ പകലെന്നോ ഇല്ലാത്ത നീണ്ട 950ഓളം വർഷം ഞാൻ ദഅവത്ത് നടത്തി. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പരാതിയാണ്. പക്ഷേ അവരിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു എന്നറിയുമോ? അള്ളാഹുവിനോട് പറയാം, ജഅലു അസ്വാബിഅഹും ഫി ആദാനിഹിം, ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ കൈവിരലുകൾ അവരുടെ ചെവികളിലേക്ക് ആഴ്ത്തിയിറക്കും. അവർ കേൾക്കാതെ ഉത്ബോധനം, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംസാരം, അദ്ദേഹത്തിന്റെ ആയത്തുകൾ ഉദ്ധരിച്ചിട്ടുള്ള പ്രഭാഷണം, സംസാരം, അത് കേൾക്കാതിരിക്കാൻ ചെവികളിലേക്ക് അവരുടെ വിരലുകൾ ആഴ്ത്തിയിറക്കും. വസ്ത്രങ്ങളെ കൊണ്ട് അവരുടെ ചെവികൾ പൊത്തിപ്പിടിക്കും. അവർ അഹങ്കരിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു റബ്ബേ എന്ന അല്ലാഹുവിനോട് ആവലാതി ബോധിപ്പിക്കുന്ന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് കാഫിറുകളുടെ, സത്യനിഷേധികളുടെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത അത്തരം അവിശ്വാസികളുടെ നിലപാടായിക്കൊണ്ട് ഖുർആൻ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നു. നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ് നമ്മുടെ നിലപാട് എന്ന. അത്തരത്തിലുള്ള വല്ലതും നമുക്കുണ്ടോ എന്നുള്ളതാണ്. അവരെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിലായി, പ്രത്യേകിച്ചും സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ തുത്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅല്ലം യസ്മഉഹാ കഅന്ന ഫീ ഉദുനൈഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. വഇദാ തുത്ലാ അലൈഹി ആയാതുനാ, നമ്മളുടെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ആയത്തിൽ ഇങ്ങനെയുണ്ട്, ഖുർആനിൽ ഇങ്ങനെയുള്ളത്, പ്രവാചക ചര്യ ഇങ്ങനെയാണ്, ഈ രൂപത്തിലാണ്, നിങ്ങളുടെ സഞ്ചാരം ശരിയല്ല, ഈ രൂപത്തിൽ നിങ്ങൾ സഞ്ചരിച്ചാൽ ഇത് അപകടത്തിലേക്ക് ചെന്നുപെടും, ഈ റൂട്ടിലൂടെ ഖുർആനിന്റെ മാർഗം, പ്രവാചക ചര്യ, പ്രവാചകന്റെ സുന്നത്ത്, ഇതൊക്കെ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ടാണ് വരേണ്ടത്, ഇതിലെയാണ് സഞ്ചരിക്കേണ്ടത്, ഇതാണ് സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള മാർഗമെന്ന് ആയത്തുകൾ ഉദ്ധരിച്ച്, ഹദീസുകൾ ഉദ്ധരിച്ച് അവരെ ഉത്ബോധനം ചെയ്യാൻ ശ്രമിച്ചാൽ അവരുടെ രീതി എന്താ?
വല്ലാ മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹാ. അവർ പോകുന്നത് കണ്ടാൽ നമുക്ക് തോന്നും അവർ കേട്ടിട്ടില്ല എന്നാ. അല്ലാഹ് പറയുന്നത് അങ്ങനെയാ. വല്ല മുസ്തക്ബിറൻ, ആ കേട്ടതിൽ നിന്നും അവര് തിരിഞ്ഞു കളയുന്നു. മുസ്തക്ബിറൻ, കിബിറോടെ, അഹങ്കാരത്തോടുകൂടെ. കഅല്ലം യസ്മഅഹാ, അവർ കേൾക്കാത്തതുപോലെ. കഅന്ന ഫീ ഉദുനൈഹി വഖറാ, അവരുടെ ചെവികളിൽ വല്ല ഭാരവും ഉള്ളതുപോലെ, ചെവിയിൽ അടപ്പിട്ടതുപോലെ, കേട്ടിട്ടില്ല എന്നാ തോന്നുന്നത്. അതുപോലെയാണ് അവരുടെ ജീവിതം. അതുപോലെയാണ് ഉത്ബോധനങ്ങൾ കേൾക്കാത്തവരെ പോലെ, ആയത്തുകൾ കേൾക്കാത്തതുപോലെ, ഹദീസുകൾ കേൾക്കാത്തതുപോലെ, അവരെ സംസ്കരിച്ചെടുക്കാൻ ഉതകുന്ന ആയത്തുകളും ഹദീസുകളും ഒന്നും അവർ കേൾക്കാത്തതുപോലെയാണ് അവരുടെ ജീവിതം. നമ്മൾ കേട്ടാത്തൊന്നും അയാളൊന്നും കേട്ടിട്ടില്ലേ, ഇതൊന്നും അവർക്കറിയില്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ അവഗണിച്ച് അഹങ്കാരത്തോടുകൂടെ അതൊന്നും എനിക്കുള്ളതല്ല, അതൊക്കെ പണ്ട് ഏതോ 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് അതൊക്കെ ഏതോ ഖുർആനിന്റെ ആയത്തുകളിലുണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ സ്വീകരിച്ചാൽ എനിക്ക് പല നഷ്ടങ്ങളും വരാനുണ്ട്, എനിക്ക് പല ബന്ധങ്ങളും നഷ്ടപ്പെടാനുണ്ട്, എന്റെ ജീവിതത്തിലെ പല സൗഭാഗ്യങ്ങളും അതോടുകൂടെ നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഭയത്തോടുകൂടെ ഹറാമുകളിലൂടെ, അള്ളാഹു വിരോധിച്ചവയിലൂടെ സഞ്ചരിക്കുമ്പോഴും അവൻ കേട്ടിട്ടുണ്ട്. അവനറിയാം ഇത് ഹറാമാണെന്ന്, അവനറിയാം ഇത് പ്രവാചകൻ അരുതെന്ന് പഠിപ്പിച്ചതാണെന്ന്. പക്ഷേ അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി അതൊക്കെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. ആയത്തുകളെ അവഗണിക്കുന്നു, ഹദീസുകളെ മാറ്റിവെക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ഹവക്കനുസരിച്ച്, ദേഹേച്ഛക്കനുസരിച്ച് തന്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അവർക്കാണ് വേദനാജനകമായ ശിക്ഷയുള്ളത്, അവർ കേൾക്കാത്തവരല്ല. ഇത് കാഫിറുകളുടെ, അവിശ്വാസികളുടെ സ്വഭാവമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്തുൽ അംബിയാഇന്റെ 2-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് മറ്റൊരു വിഭാഗത്തെ കുറിച്ചിട്ടാണ്. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊഹു വഹും യൽഅബൂൻ. അല്ലാഹുവിൽ നിന്നുള്ള, റബ്ബിൽ നിന്നുള്ള ദിക്ർ, ഉത്ബോധനം, ആയത്തുകൾ, അവനെ സംസ്കരിച്ചെടുക്കുന്ന സംസാരങ്ങൾ, അതിനെ അവർ കേൾക്കുന്നുണ്ട്. അവൻ അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണെന്നറിയോ? വഹും യൽഅബൂൻ, അതൊക്കെ ഒരു തമാശയായിട്ട്, അതൊക്കെ നിസ്സാരവൽക്കരി, അതൊരു മറ്റെന്തൊക്കെയോ സംസാരങ്ങൾ കേൾക്കുന്നത് പോലെ ഒരു കളി തമാശയായിട്ട് അതൊക്കെ കേൾക്കുകയും അതൊക്കെ അവഗണിക്കുകയും ചെയ്യുന്ന രീതിയാണ് പലർക്കും ഉള്ളത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിവ്യമായ സന്ദേശമാണിതെന്നോ, ഇത് കലാമുള്ള അള്ളാഹുവിന്റെ സംസാരമാണെന്നോ, ഇത് അള്ളാഹു വഹീ മുഖേന അവതരിപ്പിച്ചതാണെന്നോ, ഇതെന്നെ സംസ്കരിക്കാനുള്ളതാണെന്നോ, എന്നെ സിറാത്തുൽ മുസ്തഖീമിലൂടെ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണെന്നോ, ഇതൊന്നും അവൻ മൈൻഡ് ചെയ്യൂല. അവൻ അതൊക്കെ ഉണ്ടാകാം, അതൊക്കെ ഉണ്ട്, പക്ഷേ എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ റൂട്ടിലൂടെ അതൊക്കെ കേവലം ഒരു കളി തമാശയായി, മറ്റെന്തൊക്കെയോ കേവലം നാട്ടു സംസാരങ്ങൾ കേൾക്കുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ട് അതൊക്കെ മറുചെവിയിലൂടെ തള്ളിക്കളയുന്ന രീതി ചില ആളുകൾക്കുണ്ടാകും. അവരെക്കുറിച്ചും ഈ ഉത്ബോധനങ്ങൾ അവർക്ക് എഫക്റ്റ് ചെയ്യില്ല. കേൾക്കാത്തത് കൊണ്ടല്ല, ഇത്രയൊക്കെ കേട്ടിട്ടു എന്താ അവർക്കൊന്നും മാറ്റം വരാത്തത്? അല്ലേ? പലരും നമ്മെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട്, അവരൊക്കെ മലയാളത്തിലല്ലേ ഖുതുബ കേൾക്കുന്നത്, എന്നിട്ട് എന്താ ഇങ്ങനെ? എന്തേ? നമ്മളോട് ചോദിക്കേണ്ട ഗൗരവമായ ചോദ്യമാണ്. അള്ളാഹു പറയുന്നു, അത്തരക്കാർക്ക് ഉപദേശങ്ങൾ എഫക്റ്റ് ചെയ്യില്ല, അവരുടെ ജീവിതത്തെ സംസ്കരിക്കില്ല, അവരുടെ സംസാരത്തെയോ അവരുടെ ഭാഷയെയോ അവരുടെ പെരുമാറ്റത്തെയോ ഒന്നും ഈ ഇത്തരം ഖുതുബകൾ, ഇത്തരം ദിക്റുകൾ, ഉത്ബോധനങ്ങൾ അവരെ സ്വാധീനിക്കില്ല. നമ്മൾ ഭയപ്പെടണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തുകൊണ്ടാണ് നമുക്ക് സംസ്കാരം വരാത്തത്? എന്തുകൊണ്ടാണ് നമ്മളും നമ്മുടെ മാതാപിതാക്കളുമായുള്ള ഇടപെടലുകൾക്ക് മയം വരാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഭാര്യയുമായിട്ടുള്ള ഇടപെടലുകൾ അത് നന്നാവാത്തത്? എന്തുകൊണ്ടാണ്? എന്തൊക്കെ നമ്മൾ കേട്ടിട്ടും എന്തേ നമ്മുടെ തെറ്റി നിൽക്കുന്ന ജ്യേഷ്ഠന്റെ, അനുജന്റെ സമീപത്തേക്ക് പോയിട്ട് സലാം പറയാനുള്ള ഒരു വിനയം നമുക്ക് കൈവരാത്തത്? എന്തുകൊണ്ടാണ്? ആയത്തുകൾ കേൾക്കാത്തത് കൊണ്ടാണ്, ഹദീസുകൾ കേൾക്കാത്തത് കൊണ്ടാണ്, അതിന്റെ പരിണിത ഫലം അറിയാത്തത് കൊണ്ടാണ്.
അല്ല, അള്ളാഹു പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ വിഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അടുത്ത വിഭാഗം അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി അവര് കേൾപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അവര് കേട്ടിട്ടുണ്ട്, അതൊക്കെ അവര് കേട്ടു. പക്ഷേ മനസ്സിലാവാത്തോണ്ടല്ല, കേട്ടു, മനസ്സിലാക്കി, ഗൗരവമൊക്കെ ബോധ്യപ്പെട്ടു. പിന്നെ അതിനെ അവഗണിച്ച ആളുകൾ ഭീകരമായ ആളുകളാണ്, ഭീകരമായ അപകടമാണ് അത്തരത്തിലുള്ള ആളുകൾക്ക്. അവർ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, അവർക്കുള്ള ശിക്ഷാ നടപടികൾ അതിൻ്റെ പേരിൽ നാം എടുക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വളരെ കൃത്യമായിട്ടാണ് ഇത്തരം ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ടാണ് ഈ വിഷയങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടത് ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടുന്നത് എന്ന. ഇനിയും ഉത്ബോധനവുമായി ബന്ധപ്പെട്ട പലതും അള്ളാഹു പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 85-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. ആയത്തുകൾ കേൾക്കും, ഹദീസുകൾ കേൾക്കും, ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഖുർആനിലുള്ളത് തന്നെയാണ്, ഹദീസ് സ്വഹീഹ് തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല, ഒരു സംശയവുമില്ല. പക്ഷേ അത് ജീവിതത്തിലേക്ക് പകർത്താൻ അവർ തയ്യാറല്ല. എന്നാലോ അല്ലാഹ് പറയുന്നു, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ്, ഖുർആനിലുള്ള ആയത്തുകളിലുള്ള ഹദീസുകളിലുള്ള ചിലതൊക്കെ നിങ്ങൾ സ്വീകരിക്കുകയും വതക്ഫുറൂന ബിബഅദ്, നമുക്ക് ഇഷ്ടമില്ലാത്തത്, നമുക്ക് താല്പര്യമില്ലാത്തത് അതിപ്പം വേണ്ടതില്ല. ആലോചിക്കണം. ഇത് ജൂതന്മാരുടെ, അത്തരത്തിലുള്ള അവിശ്വാസികളുടെ സ്വഭാവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവരെ കുറിച്ചിട്ട് അല്ലാഹു പറഞ്ഞത്, فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب. ദുനിയാവിൽ നിന്ദ്യമായ ശിക്ഷകൾ, നിന്ദ്യമായ മോശത്തരങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരും. അല്ല, പരലോകത്ത് ശക്തമായ ശിക്ഷയും അവർ അനുഭവിക്കേണ്ടി വരും. തോന്നിയത് നമുക്കിഷ്ടമുള്ളതൊക്കെ എടുക്കുക, അതിനൊന്നും കുഴപ്പമില്ല. ചിലത് നമുക്കറിയാം, ഖുർആനിലുണ്ട്, ഹദീസ് സ്വഹീഹാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ അത് തൽക്കാലം നമ്മൾ മാറ്റിവെക്കും. ഇല്ല, അത് ഏറെ വലിയ അപകടമാണ് എന്നും കാഫിറുകളുടെ, അവിശ്വാസികളുടെ സ്വഭാവമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വിശ്വാസികൾ അത്തരക്കാരിലല്ല. അവരെ കുറിച്ചിട്ട് അല്ലാഹു പറയുന്നത് ഇബാദുർ റഹ്മാനെ പറ്റിയിട്ട് പറഞ്ഞെടുത്ത് നമുക്ക് കാണാം, വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വ ഉംയാനാ. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉത്ബോധനം നൽകപ്പെട്ടാൽ, അത്തരത്തിലുള്ള വാദുകൾ, ഉപദേശങ്ങൾ കേട്ടാൽ, ലം യഖിറൂ അലൈഹാ സുമ്മൻ വ ഉംയാനാ, അന്ധരും മൂഖനുമായി ബധിരരുമായി കൊണ്ടല്ല അവരങ്ങോട്ട് ചെല്ലുന്നത്. കേൾക്കാത്തതുപോലെയോ അത് കാണാത്തതുപോലെയോ അല്ല, അത് പരിഗണിക്കാൻ, അത് സ്വീകരിക്കാൻ, അതിലെന്താ പറഞ്ഞതെന്ന് അന്വേഷിക്കാൻ, അത് ചോദിച്ചു മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകുന്നത് ഇബാദുർ റഹ്മാൻ. ആർക്കുള്ളതാ? അള്ളാഹുവിന്റെ മുഅ്മിനുകളായ ഇബാദുർ റഹ്മാന്റെ അടയാളമായി കൊണ്ട് അല്ലാഹ് പഠിപ്പിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, ആയത്തുകൾ കേൾക്കുമ്പോൾ, ഹദീസുകൾ കേൾക്കുമ്പോൾ, ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ മുനാഫിക്കുകളുടെയും കപടവിശ്വാസികളുടെയും ജൂതന്മാരുടെയും അവിശ്വാസികളുടെയും പരിഹസിച്ചു തള്ളുന്നവരുടെയും സമീപനമാണോ? അതല്ല ഈ മുഅ്മിനുകളുടെ സമീപനമാണോ? അല്ലാഹു പറഞ്ഞു, ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്. ഈ ദിക്ർ, ഈ ഉത്ബോധനം, ഇതാരെയാ സ്വാധീനിക്കാന്നറിയോ? ഇതെല്ലാവരെയും സ്വാധീനിക്കില്ല. ഇതാരെയാണ് സ്വാധീനിക്കുക? യഥാർത്ഥ വിശ്വാസികളെ മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ. സൂറത്തു യാസീനാണ്. അല്ലാഹ് പറഞ്ഞു,
മനിത്തബഅ الذിക്റ വഖശിയ الرحمن ബിൽഗൈബ്. ഗൈബിയായ നിലക്ക്, അദൃശ്യമായ നിലക്ക് അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ദിക്ർ സ്വാധീനിക്കുകയുള്ളൂ, ഉത്ബോധനം എഫക്റ്റ് ചെയ്യുകയുള്ളൂ. എനിക്കെന്താ നന്നാവാൻ പറ്റാത്തത്? ഇതൊക്കെ കേട്ടിട്ട് എന്താ അവനൊരു മാറ്റമില്ലാത്തത്? ആലോചിക്കേണ്ടത്, അള്ളാഹുവിനെ ശരിക്കും ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് ശരിയായ ഭയം എൻ്റെ ഹൃദയത്തിലുണ്ടോ? അതില്ല എങ്കിൽ എത്ര തന്നെ കേട്ടിട്ടും, എത്ര പരമ്പരകൾ കേട്ടിട്ടും, എത്ര യൂട്യൂബിലൂടെ കേട്ടിട്ടും, എത്ര നമ്മൾ കാറിലൂടെ യാത്രകളിൽ നിന്നൊക്കെ കേട്ടിട്ടും ഇത് നമ്മുടെ ഹൃദയത്തെ തൊടൂല, ഇത് നമ്മെ സ്വാധീനിക്കില്ല. ഇത് ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തുൽ അംഫാലിലെ 2-ാമത്തെ വചനം വിശ്വാസിയുടെ അടയാളം എന്ന് പറഞ്ഞതാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ ആയത്ത് അല്ലാഹ് തുടങ്ങുന്നത് ഇവർ മാത്രമാണ് മുഅ്മിനുകൾ എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നമൽ മുഅ്മിനൂൻ, ഈ പറയുന്ന അടയാളമുള്ളവർ മാത്രമാണ് മുഅ്മിൻ. ആരാണവർ? അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത്തു ഖുലൂബും, അവരുടെ ഹൃദയം ഒന്ന് നടുങ്ങും. ആ ആയത്തിനെ കുറിച്ചിട്ട്, അതിനെ ആലോചിച്ചിട്ട് അവരുടെ ഹൃദയത്തിൽ ഒരു സംസ്കാരം ഉണ്ടാകുന്നതിന്റെ തുടക്കമുണ്ടാകും, ഒരു നടുക്കം. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാലോ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, ഈമാൻ വർദ്ധിക്കും. അതവരുടെ ജീവിതത്തിൽ അവർ പകർത്തും. അവരുടെ ഈമാൻ അത് വർദ്ധിക്കാൻ ആയത്തുകൾ കാരണമാകും, ഉത്ബോധനങ്ങൾ കാരണമാകും. നമ്മൾ പരിശോധിക്കേണ്ടതാ, തീർന്നില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് തളർച്ച ഉണ്ടാകൂല, അവർ പതറിപ്പോകൂല, അവർ തളർന്ന് തരിപ്പണമാകൂല, അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കൂല. എനിക്കൊരു നല്ല നാളെ വരാനുണ്ട്, എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന ശുഭപ്രതീക്ഷയോടുകൂടെ മുന്നോട്ടുള്ള കാൽവെപ്പുകളുമായി റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അവർ ജീവിക്കും. പരിശോധിക്കേണ്ടത് നമ്മളാണ്. ദിക്റുകൾ, ഉത്ബോധന സദസ്സുകൾ നമുക്ക് കുറവല്ല ഇല്ലേ? വിരൽത്തുമ്പുകളിൽ അനേകായിരം പ്രബോധകന്മാരുടെ പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ പരിശോധിക്കേണ്ടത് എൻ്റെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നുണ്ടോ എന്നാണ്. അല്ല, നേരത്തെ പറഞ്ഞതുപോലെ അത്തരം വിഭാഗങ്ങളുടെ ഏതെങ്കിലും ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഉത്ബോധനങ്ങളിലേറെ സുപ്രധാനമായതാണ് ജുമുഅ ഖുതുബകൾ. ഈ ജുമുഅ ഖുതുബകൾ നമ്മൾ എങ്ങനെയാണ് കേൾക്കുന്നത്? ജുമുഅ ഖുതുബക്ക് നമ്മൾ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ എപ്പോഴാണ് ജുമുഅ ഖുതുബകൾക്ക് വേണ്ടി എത്തുന്നത്? നമ്മുടെ മാനസികമായ അവസ്ഥകൾ എന്താണ്? അത് അരമണിക്കൂറുണ്ടാകും, നമുക്ക് തീരുമ്പോഴേക്ക് അവിടെ എത്തിയാൽ മതി, നിസ്കാരം ഇന്ന സമയത്താണ് തുടങ്ങുക. എന്ത് ന്യായമാണ് നമുക്ക് ജുമുഅ ഖുതുബയുടെ മുമ്പേ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് എത്താൻ, അള്ളാഹുവിൻ്റെ സമീപത്ത് ഉദ്ർ ബോധിപ്പിക്കാൻ, കാരണം ബോധിപ്പിക്കാനുള്ള തക്കതായ വല്ല ന്യായവും നമുക്കുണ്ടോ എന്ന് നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് അറിയില്ലല്ലോ. എനിക്ക് നിങ്ങളെ കുറിച്ചിട്ട് അറിയില്ലല്ലോ, വൈകി വരുന്നവരെ കുറിച്ചിട്ട് എനിക്കറിയില്ലല്ലോ. പക്ഷേ ഓരോരുത്തർക്കും അറിയാം എന്ത് കാരണത്താലാണ് ഞാൻ ഈ ജുമുഅക്ക് ഈ പള്ളിയിലേക്ക് എത്താൻ വൈകുന്നത്, എന്ത് ന്യായമാണ് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കാനുള്ളത്.
ആ ഖുതുബ കേൾക്കാൻ, ആ ഉത്ബോധനം കേൾക്കാൻ എൻ്റെ സമീപനം അത് തന്നെയാണ്. മറ്റൊന്നും നമ്മൾ വിലയിരുത്തണ്ട, വേറെ ആരെയും നമ്മൾ വിലയിരുത്തണ്ട, സ്വന്തത്തോട് നമ്മൾ ചോദിക്കുക. വളരെ സുപ്രധാനമാണ്. നിങ്ങൾ ഒരാൾ പരസ്പരം ഇരിക്കുമ്പോൾ അയാളോട് നീ സംസാരിക്കല്ല എന്ന് മറ്റൊരാളോട് പറഞ്ഞാൽ നീ അനാവശ്യം പ്രവർത്തിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര പോലും ശ്രദ്ധിച്ച് കേൾക്കേണ്ട, ഫലവത്താവേണ്ട, നമ്മെ സംസ്കരിച്ചെടുക്കേണ്ട, നമ്മെ സ്വാധീനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഖുതുബ. ഫസ്ഔ ഇലാ ദിക്രില്ലാ. അല്ലാഹ് പറഞ്ഞത് നീ ആ ദിക്റിലേക്ക് പെട്ടെന്ന് പോകണമെന്നാ. നമ്മൾ എങ്ങനെയാണ് ആ ആയത്തിനെ സമീപിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണുന്നത് എന്ന അതിനെ വേണ്ടുന്ന രൂപത്തിൽ നമ്മൾ സമീപിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് പരിവർത്തനം ഉണ്ടാവുക എന്നുള്ളതാണ്. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളൊക്കെ അങ്ങനെയാണ്. അവർ കേൾക്കൽ മാത്രമല്ല, ജീവിതത്തിൽ പകർത്താനുള്ളൊരു മാനസികാവസ്ഥ, കൃത്യമായ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ഭയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ജീവിതം, ആ വിശ്വാസമാണ് അവർക്ക് ഖുതുബകൾ, ദിക്റുകൾ, ഉത്ബോധനങ്ങളൊക്കെ അവരെ സ്വാധീനിച്ചിട്ടുള്ളത്. ഒരായത്തിറങ്ങിയപ്പോൾ നിങ്ങൾക്ക് അവസാനിപ്പിക്കാറായിട്ടില്ലേ എന്നൊരു ചോദ്യം, ജീവിതത്തിൻ്റെ ഇന്നലകളിൽ അവർക്ക് അഡിക്റ്റായി പോയ മദ്യം, ലഹരി, അതിന് അഡിക്റ്റായ ഒരു വിഭാഗം ആളുകൾ അവർ പറയുന്നത്, അനസേ ഒഴിക്കുന്നത് അവസാനിപ്പിക്ക്, ഒഴിച്ചു കള അനസേ, ഇനി ഒരു തുള്ളി പോലും വിതരണം ചെയ്യരുത്. ആയത്തിറങ്ങിയിട്ടുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, അവസാനിപ്പിക്കാറായിട്ടില്ല ഇനിയും നിങ്ങൾക്ക് എന്നുള്ളൊരു ചോദ്യം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുയുടെ ബാറിലാണുള്ളത്. അനസ് റളിയല്ലാഹു അൻഹു സപ്ലൈ ചെയ്യാണ്, ബാരലുകൾ നിറച്ചു വെച്ചിട്ടുണ്ട്. ഒടിച്ചു കളഞ്ഞു, അവരെ സ്വാധീനിച്ചു. ആയത്തുകൾ, ഹദീസുകൾ, ഉത്ബോധനങ്ങൾ അവരെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇത് സ്വാധീനിക്കണമെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഒന്നാമതായി നമ്മുടെ ഈമാനാണ്. ആ ഈമാൻ, കറകളഞ്ഞ ഈമാൻ, അള്ളാഹിലുള്ള ദൃഢമായ വിശ്വാസം, അതൊന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. അതൊന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം ഉപദേശങ്ങൾ, ഇത്തരം ഉത്ബോധനങ്ങളൊക്കെ നമ്മെ സ്വാധീനിക്കുകയുള്ളൂ എന്ന ഉറച്ച ബോധ്യത്തോടെ ആ വിശ്വാസം ശരിയാക്കാനും ഉത്ബോധനത്തോടുള്ള സമീപനം അത് മുഅ്മിനിന്റെ സമീപനമാക്കി മാറ്റാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കും.